അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The concentration of reactant R varies with time for two different reactions 1 and 2 which are shown below. നമുക്ക് ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്, ആർ വേഴ്സസ് ടൈം, LNR വേഴ്സസ് ടൈം. ഇത് ഏത് ഓർഡർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് സ്ഥിരം നമ്മുടെ കൈനറ്റിക്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഗ്രാഫ് വന്നിട്ട് ഏത് ഓർഡർ ആണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി ഏതൊക്കെ തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏത് ഓർഡർ കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ നമുക്ക് ഈ പ്ലസ് ടു ലെവലിൽ വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് നമ്മളുടെ എൻട്രൻസ് നീറ്റിന് ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെറ്റിനും ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് മെയിനായിട്ടും ഒന്ന് വാല്യൂസ് തരും. വാല്യൂസ് തരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കിയേ പറ്റും. അല്ലാണ്ട് തരുന്ന സമയത്ത് ഇങ്ങനെ മീൻസ് വാല്യൂസ് അല്ലാതെ ഇതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ആർ വേഴ്സസ് ടൈം, LNR വേഴ്സസ് ടൈം അങ്ങനെ തരുന്ന കേസിലാണെങ്കിൽ നിങ്ങൾ നോർമലി പഠിച്ചു വെച്ചേക്കുക. ആർ വേഴ്സസ് ടൈം വരുന്നത് സീറോ ഓർഡറിലും സീറോ ഓർഡർ റിയാക്ഷനും, അതായത് സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് മീൻസ് മൈനസ് നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത് നമ്മുടെ സീറോ ഓർഡറിലും, LNR വേഴ്സസ് ടൈം വരുന്നത് ഫസ്റ്റ് ഓർഡറിലും, 1 കോൺസെൻട്രേഷൻ ഓഫ് ആർ വേഴ്സസ് ടൈം വരുന്നത് സെക്കൻഡ് ഓർഡറിലുമാണ്. സെക്കൻഡ് ഓർഡർ ഓർത്ത് വെച്ചേക്കുക. ആർ വേഴ്സസ് ടൈം ആണെങ്കിൽ സീറോ ഓർഡർ, 1/r വേഴ്സസ് ടൈം ആണെങ്കിൽ ഇവിടെ ഇതിന് പകരം 1/r എന്നായിരുന്നെങ്കിൽ അത് ഏത് ഓർഡർ ആയേനെ? സെക്കൻഡ് ഓർഡർ ആയേനെ. LNR വേഴ്സസ് ടൈം വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഓർഡറിനുമാണ്. ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് ആർ വേഴ്സസ് ടൈമും LNR വേഴ്സസ് ടൈമുമാണ്. ആർ വേഴ്സസ് ടൈം വരുന്നത് സീറോ ഓർഡറിലും, LNR വേഴ്സസ് ടൈം വരുന്നത് ഫസ്റ്റ് ഓർഡറിലുമാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരാളുടെ റേറ്റ് ലോ മീൻസ് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. 1 കോൺസെൻട്രേഷൻ ഓഫ് ആർ ദ ഹോൾ റൈസ് ടു n-1 ഇസ് ഈക്വൽ ടു 1/r0 ദ ഹോൾ റൈസ് ടു n-1 പ്ലസ് n-1 ഇൻറ്റു KT. ഇതാണ് നോർമൽ. ഇതിനകത്ത് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ ഇവിടെ എഴുതാം. 1 കോൺസെൻട്രേഷൻ ഓഫ് ആർ ദ ഹോൾ റൈസ് ടു n-1 വേഴ്സസ് KT. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. KT മീൻസ് മൈനസ് KT ആകാം, പ്ലസ് KT ആകാം. പോട്ടെ, പ്ലസ് ഓർ മൈനസ് KT ആണ്. ഓക്കെ, ഇനി അതിനകത്ത് സീറോ ഓർഡർ ആകുമ്പോഴത്തേക്ക് ഇവിടെ സീറോ വരും. അപ്പോൾ 0-1 r⁻⁻1 വരും. r⁻⁻1 മുകളിൽ പോകുമ്പോൾ 6 വരും. അതുകൊണ്ടാണ് ഇവിടെ 6 എടുത്തേക്കുന്നത്. പിന്നെ വേഴ്സസ് n-1 ഇൻറ്റു KT ഇല്ലേ, n-1ൽ n-ന് പകരം 0 കൊടുക്കുക. ഓക്കെ, വേഴ്സസ് ഒരു മിസ്റ്റേക്കേ, വേഴ്സസ് n-1 ഇൻറ്റു KT. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അതിൽ n-ന് 0 കൊടുത്താൽ സീറോ ഓർഡർ, 1 കൊടുക്കാൻ പറ്റില്ല. 1-ന് ഇത് തന്നെ LNR വേഴ്സസ് ടൈം, അത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സെക്കൻഡോ തേർഡിൻ്റെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. n-ന് 0 കൊടുത്താൽ സീറോ ഓർഡർ, n-ന് 2 കൊടുത്താൽ 1 കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓർഡർ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറ്റില്ല. സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ ഒക്കെ പറ്റും. അപ്പോൾ സെക്കൻഡ് ഓർഡറിൽ ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? സീറോ ഓർഡറിൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. n-ന് 0 കൊടുക്കുന്നു, ഇവിടെയും 0 കൊടുക്കുന്നു. 0-1 -1 വരും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ആർ വേഴ്സസ് KT അല്ലേ. അതിനകത്ത് K എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് K എന്ന് പറയുന്ന ആൾ നെഗറ്റീവാണ് അല്ലേ, -KT ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അവിടുത്തെ സ്ലോപ്പ് K ആണ്. ദെൻ ടൈം വേഴ്സസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് കിട്ടും. LNR വേഴ്സസ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെതാണ്. 1/r സെക്കൻഡ് ഓർഡറാണ്. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ n-ന് 2 കൊടുക്കുക. അപ്പോൾ 2-1 1 തന്നെ വരും. അപ്പോൾ 1/r തന്നെ അവിടെ വരും. വേഴ്സസ് ദെൻ n-ന് 2 കൊടുക്കുക. 2-1 എന്ന് പറയുമ്പോഴത്തേക്ക് 1 വരും. അപ്പോൾ KT. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. 1 കോൺസെൻട്രേഷൻ ഓഫ് ആർ വേഴ്സസ് ടൈം കിട്ടുന്ന സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ലോപ്പായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് മാത്രം, അതായത് സെക്കൻഡ് ഓർഡറിന് മാത്രമേ പോസിറ്റീവ് സ്ലോപ്പ് കിട്ടത്തുള്ളൂ. തേർഡിനും ഫോർത്തിനൊക്കെ ഇനി അങ്ങോട്ട് പോസിറ്റീവാണ്. പക്ഷേ സീറോയ്ക്കും ഫസ്റ്റിനും വരുന്നത് എപ്പോഴും ഏത് തന്നെയാണ്, നെഗറ്റീവ് സ്ലോപ്പ് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് തേർഡ് അങ്ങോട്ട് പോകും തോറും പോസിറ്റീവ് സ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇത്രയും നിങ്ങൾ വേണ്ട, ഇത്രയും മാത്രം പഠിച്ചു. ഇത് മൂന്നേ നമുക്ക് കോമൺലി ചോദിക്കത്തുള്ളൂ. ആർ വേഴ്സസ് ടൈം ആണെങ്കിൽ നമുക്ക് സീറോ ഓർഡർ, LNR വേഴ്സസ് ടൈം ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ, 1/r വേഴ്സസ് ടൈം ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ. ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ്, ഇവിടെ മാത്രം ഏത് സ്ലോപ്പ്, ഇവിടെ മുകളിലോട്ട് പോകും. ബാക്കി രണ്ടിടത്തും താഴോട്ട് വരും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം.
12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഈസ് നോൺ സ്പോണ്ടേനിയസ്? ഇതിലേത് പ്രോസസ്സാണ് നോൺ സ്പോണ്ടേനിയസ്? എന്താണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനിഷ്യേഷനും കൊടുക്കാതെ, നമ്മളൊന്നും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ്. നമ്മൾ എന്തെങ്കിലും ഇനിഷ്യേഷൻ കൊടുത്താൽ, അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ആ റിയാക്ഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഇനിഷ്യേഷനും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ. നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇനിഷ്യേഷൻ കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്. നോൺ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ചെക്ക് ചെയ്യാം നമുക്ക്. ബോളോട്ട് നോക്കിക്കോളാം. ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് എൻഡ് ടു കോൾഡ് എൻഡ്. അതായത് ഒരു ചൂടുള്ള ഒരു എൻഡിൽ നിന്ന് ചൂടില്ലാത്തൊരു എൻഡിലോട്ട് ഹീറ്റ് പോകുന്നത് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? നമ്മൾ എന്തെങ്കിലും നിർബന്ധിച്ച് നടത്തണോ എങ്കിൽ സ്പോണ്ടേനിയസ്. നിർബന്ധിച്ച് നടത്തേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്താൽ നോൺ സ്പോണ്ടേനിയസ്. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ചൂടിലിങ്ങനെ വെക്കുകയാണ്. അപ്പം ആ എൻഡ് ചൂടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചൂട് എനിക്ക് ഇപ്പുറത്ത് എൻഡ് കിട്ടും. അത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലതും ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂവ് ചെയ്തോളും. അപ്പോൾ അത് ഏത് റിയാക്ഷനാണ്? സ്പോണ്ടേനിയസ് ആണ്. അപ്പം ഇതല്ല ആൻസർ. ഇതല്ല ആൻസർ. സ്പോണ്ടേനിയസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ ടു വാക്വം. വാക്വത്തിലോട്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ വർക്ക് പഠിക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു എക്സ്പാൻഷനോ കംപ്രഷനോ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഫോഴ്സ് കൊടുക്കണം. എക്സ്പാൻഡ് ചെയ്യണമെങ്കിലോ കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും, നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ കൊടുത്താലേ ആ റിയാക്ഷൻസ് നടക്കത്തുള്ളൂ. എക്സ്പാൻഷനോ കംപ്രഷനോ എന്തല്ല? സ്പോണ്ടേനിയസ് അല്ല. കാരണം നമ്മൾ ഇനിഷ്യേഷൻ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യണം, എങ്കിലേ എക്സ്പാൻഷനും കംപ്രഷനും നടക്കത്തുള്ളൂ. എക്സ്പാൻഷൻ ആണെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യണം, കംപ്രഷൻ ആണെങ്കിൽ സറൗണ്ടിങ്സ് വർക്ക് ചെയ്യണം. എന്തായാലും ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പാൻഷനും കംപ്രഷനും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കില്ല, നമ്മൾ തന്നെ നടത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നോൺ സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ ഇവിടെ വാക്വത്തിൻ്റെ കേസിലുള്ള എക്സ്പാൻഷനാണ്. അണ്ടർ വാക്വം കണ്ടീഷൻ ആണെങ്കിൽ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. അവിടെ വർക്ക് 0 ആണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീ എക്സ്പാൻഷൻ എന്നോ എക്സ്പാൻഷൻ അണ്ടർ വാക്വം എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് വേണ്ട, വർക്ക് 0 ആണ്. കാരണം വാക്വം കണ്ടീഷൻ ആണെങ്കിൽ പ്രഷർ ഇല്ല, പ്രഷർ 0 ആണെങ്കിൽ വർക്കും 0 ആണ്. അപ്പോൾ വർക്ക് അവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ട എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നടന്നോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന എല്ലാം എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അപ്പം ഇതും ആൻസർ അല്ല, അതും സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ ഇവിടെ വാക്വമെന്നില്ലായിരുന്നുണ്ടെങ്കിൽ, വാക്വമെന്നില്ല, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് എന്നേ ഉള്ളൂ, ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമ്മൾ വർക്ക് ചെയ്യേണ്ടതെല്ലാം സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ് സ്പോണ്ടേനിയസ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ ഇൻറ്റു വാക്കുവാണെങ്കിൽ, കാരണം വർക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. മൂന്നാമത്തത് ഫ്രീസിങ് ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 atm പ്രഷർ. 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഫ്രീസ് ആവുന്നു. തെറ്റാ. 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഫ്രീസ് ആകാൻ തുടങ്ങത്തേ ഉള്ളൂ. ഫേസ് ട്രാൻസിഷൻ തുടങ്ങുന്ന ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി സെൽഷ്യസ്. അല്ലാതെ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും ഐസ് ആവില്ല. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ആവുമോ? ഇല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഫ്രീസിങ് ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൻ്റെ ഫ്രീസിങ് സ്പോണ്ടേനിയസ് ആണോ? അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം നമ്മൾ ഇനിഷ്യേഷൻ കൊടുത്താലേ അവിടെ ഫ്രീസിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അല്ലേ? കാരണം നമ്മൾ ഐസ് എടുക്കുന്നു, നമ്മൾ പറഞ്ഞു 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ അത് ബോയിൽ ആവണമെന്നുണ്ടെങ്കിൽ ആ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിലിംഗ് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ അല്ലേ? ബോയിലിംഗ് പോയിൻറ്റ് സ്റ്റാർട്ട്. നമ്മൾ എടുക്കുന്ന ആളുടെ ബോയിലിംഗ് പോയിൻറ്റും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ ഈക്വൽ ആകുമ്പോഴാണ് അവിടെ ബോയിൽ ആവുന്നത്. വേപ്പറായിട്ട് മാറാൻ തുടങ്ങുന്നതേ ഉള്ളൂ അവിടെ. അതായത് ഫേസ് ട്രാൻസിഷൻ തുടങ്ങുന്നതേ ഉള്ളൂ, അല്ലാതെ ഫേസ് ട്രാൻസ്ഫർ ആയി കഴിയില്ല. 0 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ നമ്മൾ -2 ഡിഗ്രി സെൽഷ്യസ്, ഇതിപ്പോൾ -1 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്. കാരണം -1 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഫ്രീസ് ആവും, അത് ശരിയാണ്. പക്ഷേ 0 ഡിഗ്രി സെൽഷ്യസ് ഫ്രീസിങ് പോയിൻ്റ് അല്ല. ഫ്രീസിങ് പോയിൻ്റ് സ്റ്റാർട്ട് ആവുകയാണ്, ഫേസ് ട്രാൻസിഷൻ ടൈമാണ് 0 ഡിഗ്രി. അതിനൊക്കെ 100 ഡിഗ്രിയും ബോയിലിംഗ് പോയിൻ്റ് അല്ല, ഫേസ് ട്രാൻസിഷൻ തുടങ്ങുന്ന ടെമ്പറേച്ചറാണ്. നിങ്ങൾ 100 ഡിഗ്രി വെള്ളം മൊത്തം നീരാവിയായിട്ട് പോകുമോ? ഇല്ല, അവിടെ തുടങ്ങത്തേ ഉള്ളൂ ഫ്രീസിങ് അല്ലേ? അപ്പോൾ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾ ഒരു വെള്ളം 100 ഡിഗ്രി ചൂടാക്കി വെക്കുകയാണ് വെള്ളം.
ഓക്കെ, 100 ഡിഗ്രി ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാം വേപ്പറായിട്ട് പോകും? ഇല്ല, വേപ്പറിങ് സ്റ്റാർട്ട് ആവത്തേ ഉള്ളൂ. പിന്നെയും നിങ്ങൾ ചൂടാക്കിക്കൊണ്ടിരിക്കണം മൊത്തം വേപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അല്ല 100 ഡിഗ്രി വെള്ളം എടുത്ത് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേപ്പറായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോകത്തില്ല. കാരണം 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ബോയിലാവും, ചൂടാവും. നീരാവി, അതായത് ഫേസ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യും, വേപ്പറായിട്ട് മാറാൻ തുടങ്ങും. പക്ഷേ വേപ്പറായിട്ട് മാറില്ല മൊത്തത്തിൽ. പിന്നെയും നമ്മൾ ചൂടാക്കിക്കൊണ്ടിരുന്നാലും എല്ലാവരും വേപ്പറായിട്ട് മാറത്തുള്ളൂ. അതേ തന്നെ ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസിൽ അവർ ഐസ് ആവാൻ തുടങ്ങത്തേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഐസ് ആവില്ല. പിന്നെ അവർ ഐസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടിരിക്കണം. അപ്പം ഫ്രീസിങ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല. അതേസമയം -1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പറഞ്ഞ ശരിയാണ്. കാരണം 0 കട്ടിങ് കുറവാണ് മൈനസ്, അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ പിന്നെയും കുറച്ചായിരുന്നു, അപ്പം പിന്നെ ഫ്രീസ് ആയിക്കോളും. സോ ഓപ്ഷൻ സി തെറ്റാണ്. അതായത് അത് തെറ്റ് മീൻസ് അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇത് രണ്ടും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. നമുക്ക് നോൺ സ്പോണ്ടേനിയസ് ആണ് വേണ്ടത്. ഇത് രണ്ടും സ്പോണ്ടേനിയസ് ആണ്. ഇതെന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഡി ഓപ്ഷൻ നോക്കാം. ഫോർമേഷൻ ഓഫ് ട്രൈമീഥൈൽ ഫോസ്ഫീൻ ഓക്സൈഡ് ഫ്രം ട്രൈമീഥൈൽ ഫോസ്ഫീൻ ആൻഡ് ഓക്സിജൻ. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന റിയാക്ഷനാണ്. ട്രൈമീഥൈൽ ഫോസ്ഫീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജനുമായിട്ട് റിയാക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് നമ്മളതിനെ മാറ്റി വെക്കും. അതായത് ഓക്സിജൻ്റെ പ്രസൻസിലല്ല വെക്കുന്നത്. കാരണം ഓക്സിജൻ്റെ പ്രസൻസിലാണെങ്കിൽ ഓക്സിജനുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളതിനെ ഓക്സിജനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്താൽ വെച്ചത്. ഇപ്പോൾ നമ്മൾ സോഡിയം വെള്ളത്തിലിട്ടാൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷൻ നടന്നുള്ളൂ. സോഡിയം വെള്ളമായിട്ടുള്ള നമ്മൾ ഇട്ട് കൊടുക്കണം. അതല്ല ഞാൻ പറഞ്ഞത്. അവർ തമ്മിൽ റിയാക്ട് ചെയ്യാൻ നമ്മൾ പ്രഷറോ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ കാറ്റലിസ്റ്റോ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. അവർ റിയാക്ട് ചെയ്തോളൂ. മനസ്സിലായോ? അപ്പോൾ അതേ കണക്ക് തന്നെ ഇതും ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷൻ നടക്കും. ഇപ്പോൾ സ്പോണ്ടേനിയസ് ആണ്. ഇത് പ്രത്യേകം ഓർത്ത് വെച്ചോണേ. 0 ഡിഗ്രി സെൽഷ്യസിൽ അവർ ഐസ് ആവില്ല, ഐസ് ആവാൻ തുടങ്ങത്തേ ഉള്ളൂ. നമ്മൾ വെള്ളം എടുത്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുവച്ചാൽ അവർ ഐസ് ആവില്ല, ഐസ് ആവാൻ തുടങ്ങത്തേ ഉള്ളൂ. അപ്പം പിന്നെയും നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാലേ എല്ലാവരും ഐസ് ആവത്തുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഫോർ ഫോളോയിങ് ഹാഫ് സെൽ റിയാക്ഷൻ. 2 ഹാഫ് സെൽ റിയാക്ഷൻസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. CD2+ CD ആവുന്നു, Zn2+ Zn ആവുന്നു. അല്ല വാല്യൂസ് -0.40 -0.76 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? കാഡ്മിയം ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ്, സിങ്ക് ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ്, സിങ്ക് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, നൺ ഓഫ് ദി അബവ്. നോക്കാം നമുക്ക്. നമുക്ക് ആദ്യം ഇക്വേഷൻ നോക്കാം. കാരണം ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടത്തുള്ളൂ. ഇക്വേഷൻ ഇതാണ്. CD2+ 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് CD ആവും. ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് വാല്യൂ -0.40 വോൾട്ട്. ഓക്കെ. രണ്ടാമത് Zn2+ 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് Zn ആവും. ഇതിൻ്റെ വാല്യൂ -0.76 വോൾട്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടില്ല. നമുക്കിതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. CD2+ CD ആയിട്ട് മാറുന്നു. ഇവിടുത്തെ CD-യുടെ ചാർജ് 0 ആണ്. എലമെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിൽ ചാർജ് 0 ആണ്. നമ്മൾ റെഡോക്സിൽ പഠിക്കുന്നതാണ്. CD2+ CD ആവുന്നു, 2+ 0 ആവുന്നു, കുറയുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. അപ്പോൾ ഇത് റിഡക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്. IUPAC റൂൾ അനുസരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുക്കാവും. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണോ തരുന്നതെന്ന്. കാരണം ചില കേസിലൊക്കെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും തരും. ഇപ്പോൾ ഈ Zn2+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സിങ്ക് എലമെൻ്റൽ സ്റ്റേറ്റിൽ ചാർജ് 0 ആണ്. ഇവിടെ 2+ 0 ആയിട്ട് മാറുന്നത്, അതും കുറയുകയാണ്. അപ്പോൾ ഇതും റിഡക്ഷനാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗാൽവനിക് സെൽ അല്ലെങ്കിൽ ഒരു ഹാഫ് സെല്ല്, ഒരു ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആനോഡും വേണം, ഒരു കാഥോഡും വേണം. അപ്പോൾ ഈ 2 പേരും റിഡക്ഷനാണ് തരുന്നത്. കാരണം നമുക്കറിയാം ആനോഡും കാഥോഡും ഉണ്ട്. ആനോഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും കാഥോഡ് നമുക്ക് റൈറ്റ് സൈഡിലുമാണ്. ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, കാഥോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പക്ഷേ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് ആനോഡിൽ കിട്ടുന്നതെങ്കിൽ നമ്മളിതിനെ റിഡക്ഷൻ ആക്കി എടുക്കാവുന്ന IUPACയുടെ റൂളുണ്ട്. അപ്പോൾ നമുക്ക് റിഡക്ഷൻ ആയിരിക്കും മൊത്തത്തിൽ കിട്ടുന്നത്. പക്ഷേ രണ്ടും റിഡക്ഷൻ ആയതുകൊണ്ട് ഇതിൽ ആര് ആനോഡ്, ഇത് ആര് കാഥോഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾ വാല്യൂ നോക്കുക. വാല്യൂ പറയുന്ന ശ്രദ്ധിച്ചോണേ. തന്നിരിക്കുന്നത് രണ്ടും റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാഥോഡും ചെറിയ വാല്യൂ ആനോഡും ആയിരിക്കും. തന്നിരിക്കുന്ന രണ്ടും ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂ ആനോഡും ചെറിയ വാല്യൂ കാഥോഡും ആയിരിക്കും. റിഡക്ഷനാണ് തരുന്നതെങ്കിൽ വലിയ വാല്യൂസ് എല്ലാം റിഡക്ഷൻ നടക്കുന്ന ആൾക്കാർക്കായിരിക്കും. റിഡക്ഷനാണ് തരുന്നതെങ്കിൽ റിഡക്ഷൻ നടക്കുന്ന സ്ഥലം ഏതാ? കാഥോഡ്. അപ്പം വലിയ വാല്യൂസ് എല്ലാം കാഥോഡിൻ്റെ ആയിരിക്കും. ചെറിയ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ആനോഡാവും. 2 ഓക്സിഡേഷനാണ് തരുന്നതെങ്കിൽ എവിടെ ഓക്സിഡേഷൻ നടക്കുന്ന? ആനോഡ്. അപ്പോൾ തന്നിരിക്കുന്ന 2 വാല്യൂലും വലിയ വാല്യൂ എന്താണോ അത് ആനോഡായിട്ടും ചെറിയ വാല്യൂ എന്തായിട്ട്? കാഥോഡായിട്ടും. അപ്പോൾ ഇവിടെ രണ്ടും റിഡക്ഷനാണ്. റിഡക്ഷൻ ആണെങ്കിൽ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്? വലിയ വാല്യൂ റിഡക്ഷൻ നടന്നാൽ വലിയ വാല്യൂ കാഥോഡ്. ഇതിലേതാ വലിയ വാല്യൂ? 0.4. അപ്പോൾ ഇത് കാഥോഡ് അല്ലേ, ഇത് ആനോഡ്.
കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്തുവാ? കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്തുവാ? ഓക്സിഡേഷൻ. എന്തോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത ആൾക്ക് ചാർജ് വരുന്നു അല്ലേ? അതല്ലേ ഓക്സിഡേഷൻ അല്ലേ? എന്തോ റിഡക്ഷൻ? ചാർജ് ഉള്ള ആൾക്കാർക്ക് ചാർജ് ഇല്ലാണ്ടാവുന്നു, റിഡക്ഷൻ. ഇനി നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിങ്കിന് ചാർജ് ഉണ്ടാകാനാണ് ഇഷ്ടം, അതായത് സിങ്ക് ഇലക്ട്രോണിനെ കളയാനാണ് ഇഷ്ടം. ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ കളയല്ലേ, കളയാനാണ് ഇഷ്ടം. കാഡ്മിയത്തിന് ഇലക്ട്രോണിനെ വേടിക്കാനാണ് ഇഷ്ടം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. കാഡ്മിയം ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ്. എന്താ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവ്. ഇലക്ട്രോ നെഗറ്റീവ് എന്തുവാ? ഇലക്ട്രോണിനെ വേടിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവ്. ഇതിൽ ആർക്കാ ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവ്? സിങ്കിനാണോ കാഡ്മിയത്തിനാണോ? സിങ്ക് അല്ലേ ആനോഡ്, അവിടെയല്ലേ ഓക്സിഡേഷൻ നടക്കുന്നത്. കാഡ്മിയം അല്ലേ കാഥോഡ്, അവിടെ അല്ലേ റിഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ അല്ലേ ഇലക്ട്രോണിൻ്റെ ലോസും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഗെയിനും അല്ലേ. അപ്പോൾ ആർക്കാ ഇലക്ട്രോണിനെ കളയാൻ പറ്റുന്നത്? കാഡ്മിയത്തിനാണോ? അല്ല. ആർക്കാ? സിങ്കിനല്ലേ. അപ്പോൾ സിങ്കിനല്ലേ ഇലക്ട്രോണിനെ കളയാൻ പറ്റുന്നത്. അപ്പോൾ സിങ്കാണ് ഇലക്ട്രോ പോസിറ്റീവ്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? കാഡ്മിയമാണ് സിങ്കിനെ കാട്ടിയും ഇലക്ട്രോ പോസിറ്റീവ് എന്നാ. തെറ്റാ. കാഡ്മിയം സിങ്കിനെ കാട്ടിയും ഇലക്ട്രോ നെഗറ്റീവാണ്. അയാൾക്ക് ഇലക്ട്രോണിനെ വേടിക്കാനേ പറ്റൂ. തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സിങ്ക് ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. സിങ്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളാണ്. തെറ്റാ. സിങ്കിന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനാണ് കഴിവ്. ലോസ് മീൻസ് ഇലക്ട്രോ പോസിറ്റീവാണ്. തെറ്റാ. നൺ ഓഫ് ദിസ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, സിങ്ക് ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ കാഡ്മിയം. അതിലെ ശരി, സിങ്ക് ഇലക്ട്രോണിനെ കളയുന്നു. ആർക്കും കാട്ടി മുന്നേ? കാഡ്മിയത്തെ കാട്ടി മുന്നേ അല്ലേ. അപ്പം കാഡ്മിയം ഇലക്ട്രോ നെഗറ്റീവാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് റിഡക്ഷനാണ് തരുന്നതെങ്കിൽ വലിയ വാല്യൂവിനെ ആനോടും റിഡക്ഷനാണ് തരുന്നതെങ്കിൽ വലിയ വാല്യൂവിനെ കാഥോടും ചെറിയ വാല്യൂവിനെ ആനോടും ആക്കുക. രണ്ട് ഓക്സിഡേഷൻ ആണെങ്കിൽ അത് നമുക്കിങ്ങനെ ഇത് വരച്ച് നോക്കുമ്പോൾ അറിയാം, മിക്കപ്പോഴും റിഡക്ഷൻ ആയിരിക്കും തരുന്നത്. അപ്പം ഈ റിഡക്ഷൻ നടക്കുന്ന ആൾ വലിയ വാല്യൂ കാഥോടും ചെറിയ വാല്യൂ ആനോടും. വലിയ വാല്യൂ കാഥോഡ് മീൻസ് അയാൾ ഇലക്ട്രോണിനെ വേടിക്കും. ചെറിയ വാല്യൂ മീൻസ് ആനോഡ് മീൻസ് അയാൾ ഇലക്ട്രോണിനെ കളയും. ആനോഡായിട്ടുള്ളവരെല്ലാം ഇലക്ട്രോ പോസിറ്റീവും കാഥോഡായിട്ടുള്ളവരെല്ലാം ഇലക്ട്രോ നെഗറ്റീവും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഹാഫ് സെൽ റിയാക്ഷൻസ് ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആൻഡ് കൺക്ലൂഡ് വെദർ ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ് ഫീസിബിൾ ഓർ നോട്ട്. ഓക്കെ, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് കേസ് തന്നിട്ടുണ്ട്. ഒരാളുടെ Mn2+ 2 ഇലക്ട്രോണിനെ മേടിച്ച് Mn ആവുന്നു. അടുത്ത ആൾ Mn3+ 2 ഇലക്ട്രോണിനെ മേടിച്ച് Mn2+ ആവുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് 3Mn2+, 2Mn3+ Mn ആവും. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സെയിം ആൾക്കാരാണ് ഇവിടെ തന്നിരിക്കുന്നത്. Mn2+, Mn, Mn3+ സെയിം ആൾക്കാരാണ് തന്നിരിക്കുന്നത്. ഈ കേസിൽ നമ്മൾ ഹെസസ് ലോ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഹെസസ് ലോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഹെസസ് ലോ വെച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനല്ല നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിനകത്ത് ഏത് ആനോട് ഏത് കാഥോഡാണ് നമ്മൾ ചെക്ക് ചെയ്യും. അതാണ് ഇവിടെ Mn2+ Mn ആവുന്നു, ഇവിടെ Mn2+ Mn ആവുന്നു. ഇത് റിഡക്ഷനാണ്. Mn3+ Mn2+ ആവുന്നു, ഇതും റിഡക്ഷനാണ്. അപ്പോൾ രണ്ടും റിഡക്ഷനാണ്. ഈ രണ്ട് ഇക്വേഷൻ തന്നിട്ട് സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ രണ്ടും റിഡക്ഷനാണ്. രണ്ടും റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാഥോഡ്. ഇതിലേതാ വലിയ വാല്യൂ? ഇത് കാഥോഡ്, ഇത് ആനോഡ്. കാഥോഡ് മൈനസ് ആനോഡ് എടുത്താൽ ആൻസറായി. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ ഇവിടെ ഇതല്ല നമ്മളത് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് പൊട്ടൻഷ്യൽ അല്ല. ഇത് രണ്ടും വെച്ചിട്ട് ഈ റിയാക്ഷൻ്റെ സെൽഫ് പൊട്ടൻഷ്യലും അത് നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ രണ്ട് റിയാക്ഷനിൽ നിന്നും ഈ റിയാക്ഷൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഹെസസ് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. 3-4 പേരുടെ എൻതാൽപ്പി ചേഞ്ച് തരും, വേറൊരു ഇക്വേഷൻ തരും, അതിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ മറ്റേ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനെ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ട് എൻതാൽപ്പി കണ്ടുപിടിക്കും. അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് ഈ ഇക്വേഷനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ എന്ത് ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും? ചിലപ്പം ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടുമായിരിക്കും. ഈ രണ്ട് ഇക്വേഷനും കൂടെ മൈനസ് ചെയ്താൽ ചിലപ്പോൾ ഈ ഇക്വേഷൻ കിട്ടുമായിരിക്കും. എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ E0യും ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹെസസ് ലോയിൽ നമ്മൾ എൻതാൽപ്പി എനർജിയാണ് എടുക്കുന്നത്. ഇത് പൊട്ടൻഷ്യലാണ്, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്തേ ചെയ്യത്തുള്ളൂ. ഈ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിതിനെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ ഇത് ചെയ്യത്തുള്ളൂ. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ നെറ്റിനും ഗേറ്റിനും ഒക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷനെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇക്വേഷനൊക്കെ എഴുതാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണേ.
ശരി, ഒന്ന് ചെറുതാക്കിയതാണ്, എനിക്കൊന്ന് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല, അതുകൊണ്ടൊന്ന് ചെറുതാക്കിയതാണ്. ഓക്കെ, നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനെ കൺസ്ട്രക്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഇക്വേഷൻ ആദ്യം, എനിക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്, ഈ സൈഡിലാണ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോണേ. എനിക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്, 3mn2+. mn2+ എനിക്ക് 3 എണ്ണം വേണം. അതെന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? 2mn3+ഉം mn-ഉമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എനിക്ക് വേണ്ട ഇക്വേഷൻ. ഇനി ഏതൊക്കെ ഇക്വേഷനാണ് എനിക്ക് തന്നിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത് mn2+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് mn ആവും. ഇതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ mn3+ അല്ലേ, 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് mn2+ ആവും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻ്റെയും വാല്യൂസാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടുമെന്ന് നോക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, mn2+ ഏത് സൈഡിലാണ് വേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. mn ഏത് സൈഡിലാണ് വേണ്ടത്? റൈറ്റ് സൈഡിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ഇക്വേഷൻ അതേ കണക്കാൻ എഴുതുക. ഓക്കെ, ഏതാ mn2+ അല്ലേ, 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് mn ആവും. കാരണം അവിടെ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനകത്ത് ഏതൊക്കെ സൈഡിൽ ആൾക്കാർ കിടക്കുന്നുണ്ടോ അതേ സൈഡിൽ തന്നെയാണ് ഒന്നാമത്തെ ഇക്വേഷനകത്തും ആൾക്കാർ കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയും രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷനകത്ത് mn3+ ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡിൽ. നമുക്ക് mn3+ ഏത് സൈഡിലാണ് വരേണ്ടത്? mn3+ റൈറ്റ് സൈഡിൽ. mn2+ ഏത് സൈഡിലാണ് വേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഈ ഇക്വേഷൻ തല തിരിഞ്ഞ് കിടക്കുക. അപ്പോൾ അതിനെ നമുക്ക് തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ തിരിക്കാം നമുക്ക് ആ ഇക്വേഷനെ തിരിക്കാം. പക്ഷെ തിരിക്കുമ്പോഴത്തേക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് mn2+, mn3+ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര mn3+ ഉള്ളൂ? ഒരെണ്ണമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എത്ര ആക്കണം? 2 ആക്കണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം. ശരിയല്ലേ? തിരിച്ചാൽ മാത്രം പോരാ. നമുക്ക് mn3+ വരുന്ന ഒരേ ഒരു ഇക്വേഷൻ ഈ ഇക്വേഷനാണ്. ഇതിനകത്ത് mn3+ നമുക്ക് ഒരെണ്ണം. mn2+ എന്തുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്? mn2+ ഈ ഇക്വേഷനകത്തുകൊണ്ട് ഈ ഇക്വേഷനകത്തുകൊണ്ട്. 2 ഇക്വേഷനകത്ത് വരുന്ന ആൾക്കാർ HSL അങ്ങനെയാണ്. 2 ഇക്വേഷനകത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല. ഒരെണ്ണം മാത്രം വരുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യത്തുള്ളൂ. ഇവിടെ mn2+ ഒരു ഇക്വേഷനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനകത്ത് mn2+ വന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ പിന്നെ ഗൗനിക്കേണ്ട കാര്യമില്ല. അതാണ് HSL. പക്ഷേ mn3+ നമ്മുടെ കയ്യിലുണ്ട്. mn3+ നമുക്ക് വന്നേക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. നമുക്ക് mn3+ റൈറ്റ് സൈഡിലാണ് വേണ്ടത്. 2 mn3+ വേണം. നമ്മുടെ കയ്യിൽ ഒരു mn3+ ഉള്ളൂ. അപ്പോൾ ഞാനതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തിരിക്കുന്നു. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2mn2+ ഗീവ്സ്, ശരിയല്ലേ? mn3+ എന്താവും? 2mn3+ പ്ലസ് 2 × 2 4 ഇലക്ട്രോൺ. കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. ഇവിടുത്തെ 2 ഇലക്ട്രോണും ഇവിടുത്തെ 4 ഇലക്ട്രോണും കട്ടാവും. ബാക്കി 2 ഇലക്ട്രോൺ വരും. ഇവിടെ എത്ര mn2+? ഒരെണ്ണം, 2 1 3. അപ്പോൾ എന്ത് കിട്ടും? 3 mn2+. അത് തന്നെയല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വേണ്ട 3 mn2+. പിന്നെ എന്തൊക്കെയായിട്ട് മാറുന്നതാണ്? 2 mn3+ അല്ലേ? 2 mn3+. പിന്നെ എത്ര mn? 1 mn. പിന്നെ എത്ര ഇലക്ട്രോൺ ബാക്കി? 2 ഇലക്ട്രോൺ ബാക്കി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇലക്ട്രോണിൻ്റെ എണ്ണം നിങ്ങൾ എഴുതണ്ട. നമുക്ക് ഒരു ക്വസ്റ്റിനകത്ത് തന്നില്ല എന്നേ ഉള്ളൂ. 2 ഇലക്ട്രോണും ബാക്കി വരും. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്ത് ചെയ്തപ്പോഴാണ്? ഈ ഇക്വേഷനും ആഡ് ചെയ്തപ്പോൾ. ഇനി ഈ ഇക്വേഷൻ്റെ വാല്യൂ എത്ര കൊടുത്തേക്കുന്നത്? വേണ്ട 0 -1.118. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ്റെ വാല്യൂ എഴുതുന്നു. E0 -1.18 വോൾട്ട്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ തല തിരിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഈ വാല്യൂവും തല തിരിയുമ്പോൾ എന്ത് കിട്ടും? രണ്ടാമത്തെ ഇക്വേഷൻ E0 -1.51 വോൾട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, സാർ ഇവിടെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ലേ, അപ്പം E0യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന്. ചെയ്യണ്ട. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ നിൽക്കരുത്. കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇനി ഇതിനെ 2നെയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനെ 2നെയും കൂടെ ആഡ് ചെയ്യും പറ്റില്ല. E0 വാല്യൂസിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ചെയ്യുന്നത് ഈ 2 വാല്യൂസിനെ നമ്മൾ, പക്ഷേ ആനോഡിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യാം നമുക്ക് കേട്ടോ. 2 കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് 2 ഡിഫറൻറ്റ് വാല്യൂസാണ്. 2 ഡിഫറൻറ്റ് ആൾക്കാരുടെ വാല്യൂസാണ്. അപ്പോൾ നമ്മൾ HSL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടൻഷ്യൽ അല്ല എനർജിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പേരുടെ എനർജി വെച്ചിട്ടേ നമുക്ക് HSL അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യലാണ്.
അപ്പോൾ പൊട്ടൻഷ്യലിനെ നമ്മൾ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ജി. ഡെൽറ്റ ജി എന്തുവാ? ഗിബ്സ് ഫ്രീ എനർജി അല്ലേ, അത് എനർജിയാണ്. ഡെൽറ്റ ജി ഇസ് ഇക്വൽ ടു മൈനസ് എൻ എഫ് ഇസഡ്. ഇതിലോട്ട് കൺവേർട്ട് ചെയ്യും. ഡെൽറ്റ ജി ഇസ് ഇക്വൽ ടു മൈനസ് എൻ എഫ് ഇസഡ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡെൽറ്റ ജി, ഇതിനെ ഡെൽറ്റ ജി എന്ന് വിളിക്കുന്നു, ഇതിനെ ഡെൽറ്റ ജി 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഡെൽറ്റ ജി 2 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ ജി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡെൽറ്റ ജി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. അതായത് നമുക്ക് പൊട്ടൻഷ്യൽ, ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഈ സെൽ, ഇതിൻ്റെ പൊട്ടൻഷ്യലും ഇതിൻ്റെ പൊട്ടൻഷ്യലും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത് എന്തുവാ? ഇതിൻ്റെ പൊട്ടൻഷ്യൽ അങ്ങനെ തന്നെ ഇട്ടു, ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്തു. അപ്പോൾ പൊട്ടൻഷ്യൽ റിവേഴ്സ് ആവും, രണ്ടും കൂടെ എന്നിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ സെല്ല് കിട്ടും. പക്ഷേ രണ്ട് പൊട്ടൻഷ്യലുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എസ് എസ് വെച്ചിട്ട് എനർജിയെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൊട്ടൻഷ്യലിനെ നിങ്ങൾ എന്തിൻ്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യുക? എനർജിയുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ നമ്മൾ ഇതിനൊന്നും കൂടെ ചെയ്യുന്നു, ഇവിടെ മായ്ക്കുകയാണ്. ഓക്കെ, സോ ഇവിടെയും വായിക്കുന്നു. നമ്മുടെ ഇക്വേഷൻ ഞാൻ താഴോട്ട് എഴുതുകയാണ്. ഓക്കെ, ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ജി സിക്കൽ ടു മൈനസ് എൻ എഫ് ഇ. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഴുതാം. 3mn2 പ്ലസ് ഗീസ് 2mn3 പ്ലസ് mn. ഇതിനെ ഡെൽറ്റ ജി കണ്ടുപിടിക്കുന്നു, മൈനസ് എൻ എഫ് ഇ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമുക്ക് എത്ര ഇലക്ട്രോണാണ് കിട്ടിയത്? 2 ഇലക്ട്രോൺ ആണ്. അപ്പം 2 ഇൻറ്റു അല്ലേ, പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി ഇ, കാരണം എല്ലാവർക്കും എഫ് ഉണ്ടായിട്ട് ക്യാൻസൽ ആയി പോകും. ഇതിനകത്ത് നമുക്ക് ഡെൽറ്റ ജി അല്ല കണ്ടുപിടിക്കേണ്ടത്, ഇ ആണ്. അത് പ്രത്യേകം ആലോചിച്ച് വെച്ചാൽ ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? mn2 പ്ലസ്, അത് ഞാൻ ഇങ്ങോട്ട് എഴുതാണേ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? mn2 പ്ലസ് അല്ലേ, 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് mn ആവും. ഇതല്ലായിരുന്നു ഇക്വേഷൻ അല്ലേ. ഇതിന് ഡെൽറ്റ ജി എന്ന് പറയാമോ? ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എന്നിൻ്റെ വാല്യൂ എത്ര? 2 ഇൻറ്റു എഫ് ഇൻറ്റു അതിൻ്റെ പൊട്ടൻഷ്യൽ എത്ര പറഞ്ഞേക്കുന്നത്? പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? അതിൻ്റെ പൊട്ടൻഷ്യൽ mn2 പ്ലസ് 2 ഇലക്ട്രോൺ മേടിച്ചിട്ട് കണ്ട മൈനസ് 1.18. അപ്പം മൈനസ്, ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. ഓക്കെ, അപ്പം പ്ലസ് 1.18. ഇതാണ് ആദ്യത്തെ ആളുടെ ഡെൽറ്റ ജി. രണ്ടാമത്തെ ആളുടെ ഡെൽറ്റ ജി എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് mn3 പ്ലസ് 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് mn ആവും, mn2 പ്ലസ് ആവും. ഓക്കെ, 2 ഇലക്ട്രോൺ അല്ല, അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം വരുന്നത് ഇതാണ്, mn3 പ്ലസ് mn2 പ്ലസ് ആണെങ്കിൽ 2 ഇലക്ട്രോൺ അല്ല, 1 ഇലക്ട്രോൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരിക്കും, 1 ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു പ്രശ്നം വരും. ഇവിടെ നമുക്ക് 1 ഇലക്ട്രോൺ ആണ് വരുന്നത്. എന്തോ പ്രശ്നമുണ്ടല്ലോ അവിടെ, നമുക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നല്ലോ. mn3 പ്ലസ് 1 ഇലക്ട്രോൺ മേടിച്ച് mn2 പ്ലസ് mn3 പ്ലസ് 1. ഓക്കെ, അവിടെ 1 ഇലക്ട്രോൺ ആണ് വരുന്നത് കേട്ടോ, 2 ഇലക്ട്രോൺ. ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടെ ഒന്നും വരത്തില്ല കേട്ടോ. 2 ക്യാൻസൽ ആയി പോകും കേട്ടോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 × 1 2 വരും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 2 ഇലക്ട്രോൺ അല്ല, 1 ഇലക്ട്രോൺ ആണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് കേട്ടോ, 1 ഇലക്ട്രോൺ. കാരണം 3 പ്ലസ് 2 പ്ലസ് ആവണമെങ്കിൽ 1 ഇലക്ട്രോണെ മേടിച്ചാൽ മതി. ഇവിടെ 2 ഇലക്ട്രോണെ മേടിക്കണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, mn2 പ്ലസ് ആവുന്നു. പക്ഷേ ഇത് നമ്മൾ റിവേഴ്സ് ചെയ്തു അല്ലേ. റിവേഴ്സ് ചെയ്യുക മാത്രമല്ല, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനാദ്യം നമുക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, 2mn2 പ്ലസ് ഈസ് 2mn3 പ്ലസ് 2 ഇലക്ട്രോൺ. ഇനി അതിന് ഡെൽറ്റ ജി എഴുതാം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ മൈനസ് എൻ എഫ് ഈ സെല്ലാണ്. ഓക്കെ, അതിനകത്ത് ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ട് 1.51 ആണ്. പക്ഷേ നമ്മളതിനെ റിവേഴ്സ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ 1.51 തിരിക്കാം, മൈനസ് 1.51 ആവും. ദെൻ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എൻ ഉണ്ട്? ഇപ്പം 2 ഉണ്ട്. അപ്പം ഇക്വേഷൻ മാറി, ഇറ്റ്സ് 2 ഇൻറ്റു എഫ് ഇൻറ്റു അല്ലേ. ദെൻ എന്നിൻ്റെ വാല്യൂ പ്ലസ് ആണ്, പക്ഷേ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ ചെയ്തത് അപ്പോൾ മൈനസ് ആവും. അപ്പോൾ ആ മൈനസ് ഈ മൈനസും പ്ലസ് ആവും, പ്ലസ് 1.51. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 2 ഇക്വേഷനുമായി ഇത് ഡെൽറ്റ G1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഡെൽറ്റ G2 എന്ന് വിളിക്കുന്നു.
ഇനി ഈ ഡെൽറ്റ ജി വണ്ണും ഡെൽറ്റ ജിയും കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഇക്വേഷൻ കിട്ടിയത്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡെൽറ്റ ജി എന്ന് വിളിച്ചു. ഡെൽറ്റ ജി വണ്ണും ഡെൽറ്റ ജിയും കിട്ടി. ഡെൽറ്റ ജി കിട്ടണമെങ്കിൽ ഡെൽറ്റ ജി വണ്ണും ഡെൽറ്റ ജി ടുവും കൂടെ കൂട്ടുക. സോ നമുക്ക് ഇക്വേഷനായി ഡെൽറ്റ ജി വൺ പ്ലസ് ഡെൽറ്റ ജി ടു. സോ ഡെൽറ്റ ജി കിട്ടാനായിട്ട് ഡെൽറ്റ ജി വണ്ണും ഡെൽറ്റ ജിയും കൂടെ കൂട്ടുക. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എഴുതുന്നു -2 ഇൻറ്റു എഫ് ഇൻറ്റു ഇസൽ ഇസ് ഈക്വൽ ടു, നമുക്കൊരു അബദ്ധം പറ്റി. ഇവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ നമുക്കിവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ആ കിട്ടിയത് വെച്ചാണ് നമ്മളിവിടെ 2 എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇവിടുന്ന് മായ്ക്കുകയാണ് ഞാൻ, കാരണം 2 അല്ല അവിടെ വരുന്നത്. നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം ഏതാ വരുന്നതെന്ന്. ഇവിടെ 3 Mn2+ ഉണ്ട് അല്ലേ? Mn2+, Mn2+, Mn2+. ഇതെന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? 2 എണ്ണം Mn3+ ആയിട്ട്, 2 എണ്ണം Mn3+ ആയിട്ട്, ഒരെണ്ണം Mn ആയിട്ട്. ശരിയല്ലേ? അപ്പോൾ Mn2+ Mn ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. Mn2+ Mn3+ ആണെങ്കിൽ 1 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ. അതായത് 2 Mn3+, 2 Mn2+ ആണെങ്കിൽ 2 ഇലക്ട്രോൺ. ഇൻ എഫക്റ്റ് 2 തന്നെ. സോ പ്രശ്നമില്ല, 2 തന്നെ. ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ Mn3+ 3 എണ്ണം ഉണ്ട്, അതിൽ Mn2+ 3 എണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം Mn ആവുന്നു, അതിൽ 2 ഇലക്ട്രോൺ. ബാക്കി 2 എണ്ണവും 2 Mn3+ ആവാൻ 2 ഇലക്ട്രോൺ. മൊത്തം 2 ഇലക്ട്രോണിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇനി ഡെൽറ്റ ജി വൺ എന്താ വരുന്നത്? 2 ഇൻറ്റു എഫ് ഇൻറ്റു അല്ലേ 1.18 പ്ലസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു 1.51. ഇനി സോൾവ് ചെയ്താൽ ഇതാ എഫ് എല്ലാം ക്യാൻസലായി പോകും. എഫ് എഫ് ഓക്കെ, ബാക്കി ഞാൻ താഴോട്ട് എഴുതുകയാണ്. ഇവിടെ എഴുതുകയാണേ, എഫ് എല്ലാം ക്യാൻസലായിപ്പോയി. ഓക്കെ, ബാക്കി എന്ന് പറഞ്ഞേ -2 ഇൻറ്റു അല്ലേ, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് 2 ക്യാൻസലായിട്ട് കളയാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ എന്ത് വരുന്നതെന്ന് പറഞ്ഞേ, -Ecell അല്ലേ ഇസ് ഈക്വൽ ടു അല്ലേ 1.18 പ്ലസ് 1.51 അല്ലേ 1.18 പ്ലസ് 1.51 1.18 പ്ലസ് 1.51 8 1 9 5 1 6 2 2.69. അപ്പോൾ ഈസലിൻ്റെ വാല്യൂ 2.69 അല്ലേ. അത് മൈനസ് ഈസലിൻ്റെ, അപ്പോൾ ഈസലിൻ്റെ വാല്യൂ എന്ത് വരും? -2.69. ആൻസർ -2.69 ആണ്. -2.69 താണ്ട, -2.69 -2.69 രണ്ടെണ്ണം ഉണ്ടല്ലേ. ഇനി എന്താ, ഫീസിബിൾ ആണോ അല്ലായോ നോക്കണം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഫീസിബിൾ ആണോ അല്ലയോ നോക്കാൻ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഇയുടെ വാല്യൂ അത് പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഫീസിബിൾ ആണ്. ഫീസിബിൾ, റിയാക്ഷൻ നടക്കും. ഇയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോട്ട് ഫീസിബിൾ, റിയാക്ഷൻ നടക്കില്ല. ഇയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കും, ഇയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കില്ല. ഇവിടെ ഇയുടെ വാല്യൂ എന്തോ കിട്ടിയിരിക്കുന്നത്? നമുക്ക് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ഇവിടെ ഫീസിബിൾ എന്നാണ് എഴുതിയേക്കുന്നത്, തെറ്റാണ്. നോട്ട് ഫീസിബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ തെർമോഡൈനാമിക്സ് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് 2 ഇക്വേഷൻ തരും, എന്നിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും. ഈ 2 ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ചെയ്യുന്നത്. ഹെസസ് ലാ പോലെ ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹെസസ് ലായിൽ നമുക്ക് ഡെൽറ്റ എച്ച് എനർജിയാണ് തരുന്നത്, ഇവിടെ നമുക്ക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ പൊട്ടൻഷ്യലുകളെ ഡയറക്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾ ഇക്വേഷൻ അങ്ങ് എഴുതുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതിനുശേഷം ഡെൽറ്റ ജി വെച്ചിട്ട് ചെയ്യും. മറ്റേ ആളുടെ ഡെൽറ്റ ജി എഴുതുക, കണ്ടുപിടിക്കേണ്ട ആളുടെ. പിന്നെ 2 പേരുടെയും ഡെൽറ്റ ജി എഴുതിയിട്ട് മറ്റേ ആളുടെ കിട്ടാനായിട്ട് ഈ 2 ഇക്വേഷനും കൂടെ എന്ത് ചെയ്യുന്നു അത് തന്നെ ഡെൽറ്റ ജിയും ചെയ്യും. ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ജി ആഡ് ചെയ്യുക, ഇൻഡു ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ജി ഇൻഡു ചെയ്യും. ആൻസർ. ഓക്കെ, സോ 2.69 ഫീസിബിളാണ്. ഈ ഫീസിബിൾ നമ്മൾ നോക്കുന്ന ഡെൽറ്റ ജി വെച്ചിട്ടാണ്. അതായത് നമുക്കറിയാം ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് മീൻസ് ഫീസിബിൾ ആണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്, അതായത് നോട്ട് ഫീസിബിൾ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇയുടെ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡെൽറ്റ ജി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഡെൽറ്റ ജി ഇയും തമ്മിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ മീൻസ് ഡെൽറ്റ ജി ഈക്വൽ ടു -NFE. അവിടെ ഇയുടെ വാല്യൂ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടിയാൽ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരും. അതായത് ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതായത് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, ഫീസിബിൾ ആണ്. ഇനി ഇയുടെ വാല്യൂ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുന്നെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആവും.
അപ്പോൾ റിയാക്ഷൻ നോട്ട് ഫീസിബിൾ ആവും. നമുക്കിവിടെ ഈയുടെ വാല്യൂ കിട്ടിക്കുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഈ നെഗറ്റീവ് ചേർന്ന് പോസിറ്റീവ് ആവും. അതാണ് റിയാക്ഷൻ നോട്ട് ഫീസിബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. നോൺ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ നോട്ട് ഫീസിബിൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ദി പോയിന്റ് ഗ്രൂപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് D∞H ആണ്. DXH അല്ല, D∞ ആണ്. D∞H. വിച്ച് പെയർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി ഫോളോയിങ് ഓപ്ഷൻ ആൾസോ ഹാവ് സെയിം പോയിന്റ് ഗ്രൂപ്പ്? താഴെ തന്നിരിക്കുന്ന ആർക്കാണ് സെയിം പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്? ഈ D∞H വരണമെങ്കിലുള്ള കണ്ടീഷൻ കുറച്ച് ആൾക്കാരുടെ പോയിന്റ് ഗ്രൂപ്പ് കാണാതെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. D∞H വരെയുള്ള കണ്ടീഷൻ അയാൾ ലീനിയർ ആയിരിക്കണം. ലീനിയർ ആയാൽ മാത്രം പോരാ, അയാൾക്ക് സെൻട്രോസിമെട്രി ഉണ്ടായിരിക്കണം. സിമെട്രി ഉണ്ടായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിന് എന്തുകൊണ്ടാണ് D∞H വന്ന? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഷേപ്പ് ഇതാണ്. C∬O എന്താ? ലീനിയർ ഷേപ്പാണ്. അത് മാത്രമല്ല സെൻട്രോസിമെട്രി ഉണ്ട്. സെൻറ്റർ വെച്ച് നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യും. അതുകൊണ്ടാണ് D∞H വന്നത്. അതേ കണക്ക് വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ മതി. LIH സെൻട്രോസിമെട്രി ഇല്ല അല്ലേ? ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ സെൻറ്റർ വെച്ചിട്ട്? ഇല്ല, സെൻറ്ററേ ഇല്ല. സോ LIH വരത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ആളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദെൻ NO2 എന്ന് പറയുന്നത് ലീനിയർ അല്ല, ബെൻഡ് മോളിക്യൂളാണ് NO2. ബെൻഡ് മോളിക്യൂൾസിന് ഒരിക്കലും എന്ത് വരത്തില്ല? D∞H വരത്തില്ല. പിന്നെ ഇവിടെ നോക്കാം XCF2ൻ്റെ ഷേപ്പ് ഇതാണ്. ഇതാണ് XCF2. ലീനിയർ ആണ്, സെൻട്രോസിമെട്രി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് D∞H ആണ്. പക്ഷേ N2 N ഡബിൾ ബോണ്ട് O ഇതാണ് N2. ഇതിന് സെൻട്രോസിമെട്രി ഇല്ല. ലീനിയർ ആണ്, പക്ഷേ സെൻട്രോസിമെട്രി ഇല്ല. അപ്പോൾ ഇതിന് D∞H അല്ല. ദെൻ XCF2 D∞H ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലീനിയർ ഷേപ്പാണ്. ദെൻ HCH ഇതിങ്ങനെ അടിക്കുന്നത് HC ട്രിപ്പിൾ ബോണ്ട് CH. സെൻട്രോസിമെട്രി ഉണ്ട്, ലീനിയർ മോളിക്യൂളാണ് അല്ലേ? ലീനിയർ മോളിക്യൂളാണ്. സോ ഡെഫിനറ്റ്ലി D∞H ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പോയിന്റ് ഗ്രൂപ്പ് PG ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവലും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് D∞H വരുന്നത്. സോ ലീനിയർ മോളിക്യൂളും സെൻട്രോസിമെട്രി ഉണ്ടെങ്കിൽ D∞H വരത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ 1 mol per dm³ KCl at 25 degrees Celsius 1 atm the conductivity K is 0.115 ohm inverse centimeter inverse. Calculate their molar conductivity in ohm inverse meter square. ചെയ്യാം നമുക്ക്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. λm = K/C. ഇത് നമുക്ക് രണ്ട് ഇക്വേഷൻ തരും. ഒന്ന് λm = K/1000/C അല്ലെങ്കിൽ λm = K/1000 × C. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്കുണ്ട്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കെയുടെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന λmൻ്റെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഓക്കെ, ഇനി രണ്ടാമത്തത് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തത് കെയുടെ യൂണിറ്റ് സീമൻ മീറ്റർ ഇൻവേഴ്സ് എടുക്കുമ്പോഴാണ്. അപ്പം നമുക്ക് കിട്ടുന്ന λmൻ്റെ യൂണിറ്റ് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ. ഓക്കെ, ഇനി ഇതിനകത്ത് ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം? നമുക്ക് കിട്ടേണ്ടത് ഓം ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീമൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോളിലാണ്. അപ്പോൾ നമുക്കിത് ഇതാണ് കിട്ടേണ്ടത്, ഇത്. അപ്പോൾ നമ്മുടെ കെയുടെ യൂണിറ്റ് എന്തിലായിരിക്കണം? സീമൻ മീറ്റർ ഇൻവേഴ്സിലായിരിക്കണം. നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? λm = K × 1000/C. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ കൊടുക്കാം. λm = K × 1000 K × 1000 അല്ല, K/1000 × C. C കോൺസെൻട്രേഷൻ ആണ്. ഇതാണ്ട മോൾ പെർ dm³. dm³ ലിറ്റർ ആണ് അല്ലേ? മോൾ പെർ ലിറ്റർ കറക്റ്റ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. സിയുടെ വാല്യൂ 1 mol per dm³. dm³ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെ? ലിറ്റർ തന്നെ. സോ 1 mol per ലിറ്റർ കറക്റ്റാണ്. ലിറ്ററിനെ നമുക്ക് മീറ്റർ ക്യൂബ് എന്നൊക്കെ എഴുതാം. ഓക്കെ, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കെയുടെ വാല്യൂ വേണം. കെയുടെ വാല്യൂ നമുക്ക് എന്തിലാണ് വേണ്ടത്? സീമൻ മീറ്റർ ഇൻവേഴ്സ്. കെയുടെ വാല്യൂ എന്താ? കണ്ടക്ടിവിറ്റി കെ. കെയുടെ വാല്യൂ ഓം ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് സീമൻ ആണ്. അതായത് കെയുടെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 0.115 അല്ലേ? സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അയ്യോ, നമുക്ക് കെയുടെ വാല്യൂ എന്തിലാണ് വേണ്ടത്?
സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ കിട്ടണമെങ്കിൽ മീറ്റർ ഇൻവേഴ്സിലാണ്, നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങളങ്ങ് കൺവേർട്ട് ചെയ്യും എന്തിലോട്ട്, മീറ്റർ ഇൻവേഴ്സിലോട്ട്, എന്നിട്ട് താഴോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാട്ടപ്പടലം തെറ്റും. അപ്പം ഇത് മാത്രം നോക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലാംഡായും എന്തിൽ വേണോ നോക്കുക, അതിന് കെ എന്തിലാണ് തന്നേക്കുന്നത് നോക്കുക. ഇതാണ് വേണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് കെ എന്തിലാണോ തന്നേക്കുന്നത് അതിനനുസരിച്ച് യൂണിറ്റ് മാറ്റുക. ഇപ്പോൾ നമുക്ക് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് തന്നേക്കുന്നത്, നമുക്ക് വേണ്ടത് സീമൻ മീറ്റർ ഇൻവേഴ്സിലാണ്. സോ നമുക്ക് മീറ്റർ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ, കാരണം നമ്മുടെ ലാംഡാ ഇൻഡിക്കേഷൻ കെ ഇൻറ്റു 1000/c ആണ്. അപ്പോൾ കെയുടെ വാല്യൂ തന്നേക്കുന്നത് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, മീറ്റർ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ 1/മീറ്റർ എന്ന് പറയുന്നത് 1/10² സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അതായത് മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 10⁻⁻² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും, 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 10² അല്ലേ, 10⁻⁻10² മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, നമ്മളതിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, മീറ്റർ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് ഇൻഡ് ചെയ്യുക, 10² കൊണ്ട് ഇൻഡ് ചെയ്യുക. സോ നമ്മുടെ വാല്യൂ എന്തായിരുന്നു, 0.115 ആണ്. സോ 0.115 ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ടത് എന്ത് ഇൻവേഴ്സിലാണ്, മീറ്റർ ഇൻവേഴ്സിലാണ്. സോ 10² കൊണ്ട് ഇൻഡ് ചെയ്യുക, 10² സീമൻ, സെൻറ്റിമീറ്റർ ഇൻവേഴ്സിന് പകരം മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ നമ്മുടെ കെയുടെ യൂണിറ്റ് എന്തിലായി, മീറ്റർ ഇൻവേഴ്സിലായി. ഇനി ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇവിടെ മായ്ക്കുകയാണ് ഞാൻ. ഓക്കെ, 2 ഇക്വേഷൻ ഉണ്ട്, ആ 2 ഇക്വേഷൻ നോക്കി വെച്ചോണേ. ഓക്കെ, മായ്ക്കുന്നു. ലാംഡ എം ഇസ് ഇക്വൽ ടു കെയുടെ വാല്യൂ പറ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.115 ഇൻറ്റു 10² സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു സി. ഈ 1000 നമ്മൾ കൊടുക്കുന്ന തന്നെ ഈ ലിറ്ററിനെ നമ്മൾ മീറ്റർ ക്യൂബാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 1000 ഇൻറ്റു സി, ഇവിടുത്തെ 2 ഇതും ക്യാൻസൽ ആയിപ്പോൾ എത്ര വരും, 1 ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, 0.0115 എന്ന് വരും അല്ലേ. അത്രയും സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് വരും. സോ നമുക്ക് കിട്ടിയത് 0.0115 ആണ്. 0.0115 ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ലാംഡ വേണ്ടി 2 ഇക്വേഷൻ ഉണ്ട്, കെ ഇൻറ്റു 1000/സിയും കെ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു സിയും. കെ ഇൻറ്റു 1000/സി വരുന്നത് കെ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാകുമ്പോഴാണ്. അപ്പോൾ ലാംഡ വേണ്ടി യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളാണ്. ഇവിടെ കെ ബൈ 1000 ഇൻറ്റു സി, അത് കെയുടെ യൂണിറ്റ് സീമൻ മീറ്റർ ഇൻവേഴ്സിലാണ്, സീമൻ മീറ്റർ സ്ക്വയർ പെർ മോളാണ് ലാംഡ ഇൻഡിക്കേഷൻ. ഇവിടെ നമുക്ക് കെ തന്നേക്കുന്നത് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, ഓം ഇൻവേഴ്സ് സീമൻ ആണ്, സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. പക്ഷേ ചോദിച്ചേക്കുന്നത് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോളിലാണ്. അപ്പോൾ നിങ്ങൾ സീമൻ മീറ്റർ സ്ക്വയർ പെർ മോളിന് ഈ ഇക്വേഷൻ എഴുതുക, എഴുതിയിട്ട് കെയുടെ വാല്യൂ തന്നിരിക്കുന്നത് മീറ്റർ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പിക്ക് ഔട്ട് ദി കറക്റ്റ് ആൻസർ എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നാണ്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഡിഷൻ ഓഫ് എ സൊല്യൂട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടു എ സൊല്യൂഷൻ കണ്ടെയ്നിങ് സോൾവെൻറ്റ് എ ഓൾവേസ് ഡിക്രീസസ് കെമിക്കൽ പൊട്ടൻഷ്യൽ ന്യൂ. അത് കെമിക്കൽ പൊട്ടൻഷ്യലാണ്, നമ്മൾ PG പോർഷനിലാണ് പഠിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദി വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എ ആൻഡ് ബി അറ്റ് എ ടെമ്പറേച്ചർ T ഈസ് ഓൾവേസ് ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എ. പ്യുവർ എ കാട്ടിയും എപ്പോഴും വേപ്പർ പ്രഷർ കുറവായിരിക്കും സൊല്യൂഷൻ എയും ബിയും കൂടെ ചേർന്നുണ്ടാകുന്ന സൊല്യൂഷൻ്റെ പ്രഷർ എന്നാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് അല്ലേ, ഓപ്ഷൻ പറഞ്ഞേക്കുന്നതാണ്. ആക്ച്വലി ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് അല്ലേ. നമുക്ക് നോക്കാം. നമ്മൾ നോർമൽ പഠിച്ചിട്ടുണ്ട്, റൗൾസ് ലോ വെച്ചിട്ട് PA ഈസ് ഈക്വൽ ടു, അതായത് പ്രഷർ ഓഫ് എ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് P0A കൈ എ അല്ലേ, PB എന്ന് പറയുന്നത് P0B കൈ ബി, ദെൻ P ടോട്ടൽ എന്ന് പറയുന്നത് PA പ്ലസ് PB. ഇപ്പം നമ്മളിത് പറഞ്ഞേക്കുന്നത് ഈ P0A എന്ന് പറഞ്ഞാൽ പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ, P0B പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ, PA എന്ന് പറയുമ്പോഴത്തേക്ക് എയും ബിയും കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്, ആ സമയത്ത് ബിയുടെ പ്രഷർ. P എന്ന് പറയുമ്പോൾ എയും ബിയും കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്, ആ സമയത്തുള്ള പ്രഷർ. അപ്പോൾ P ടോട്ടൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, P ടോട്ടൽ ഇസ് ഈക്വൽ ടു അല്ലേ P0A കൈ എ പ്ലസ് P0B കൈ ബി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ദി പ്രഷർ ഓഫ് സൊല്യൂഷൻ എ ആൻഡ് ബി അറ്റ് ടെമ്പറേച്ചർ, പ്രഷർ ഓഫ് സൊല്യൂഷൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പി ടോട്ടലാണ് PA പ്ലസ് PB, എയും ബിയും കൂടെ കൂട്ടുന്നത്. അതെന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എ.
പ്യുവർ എയുടെ വേപ്പർ പ്രഷർ എത്ര? P0A. അതിനെക്കാട്ടിയും എപ്പോഴും കുറവാണെന്ന തെറ്റ. P0A കൈയോടൊപ്പം P0B കൈ ബിയും കൂടെ കൂട്ടുന്നതാണ് P ടോട്ടൽ. അപ്പോൾ എന്തായാലും കൂടുതലായിരിക്കത്തില്ലേ? ഇവിടെ കുറവാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 തെറ്റാണ്. ഇത് റൗൾസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ്, നമ്മുടെ +2 പോർഷനാണ്. അത് തെറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ വരത്തില്ല. കാരണം P0A ആണ് പ്യുവർ എയുടെ വേപ്പർ പ്രഷർ. അതിനെക്കാട്ടിയും കുറവാണെന്ന, കുറവല്ല കൂടുതലാണ്. ഓൾവേസ് ലെസ് ദാന് പകരം ഗ്രേറ്റർ ദാൻ എന്നായിരുന്നെങ്കിൽ ശരിയാണെന്ന്. തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം 2 തെറ്റാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഓൾ ഓഫ് ദി അബോ ഇതും തെറ്റാണ്. ഒന്നില്ലെങ്കിൽ നൺ ഓഫ് ദീസ്, അല്ലെങ്കിൽ ഓൺലി വൺ. ഒന്നില്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇതും തെറ്റാണെങ്കിൽ നൺ ഓഫ് ദീസ്. നമുക്ക് നോക്കാം ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ. Addition of solute at constant temperature and pressure to a solution containing solvent A always decreases chemical potential. Chemical potential equation നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഡെൽറ്റ ജി അല്ലെങ്കിൽ ഡി ജിയെ നമ്മൾ 0 എടുക്കും. 0 is equal to N1D mu1 plus N2D mu2 അല്ലേ? N1D mu1 plus N2D mu2. ഇത് സോൾവെൻറ്റിൻ്റെ, ഇത് സൊല്യൂട്ടിൻ്റെ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അഡിഷൻ ഓഫ് സൊല്യൂട്ട്. നമ്മൾ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്ത് ചെയ്യും? കൂടും. ഇത് കൂടും. ഇപ്പോൾ സപ്പോസ് ഇത് +1ഉം ഇത് -1ഉം ആണെന്ന് ഇരിക്കട്ടെ. രണ്ടിൻ്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 കിട്ടണം. ഇതിൻ്റെ വാല്യൂ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1 ചിലപ്പോൾ 0 ആകും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. അതായത് ഒരാളുടെ വാല്യൂ കൂടിയാൽ മറ്റേ ആളുടെ വാല്യൂ കുറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇപ്പോൾ നമ്മൾ എന്തിനെ കൂട്ടുന്നു? സൊല്യൂട്ടിനെ കൂട്ടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സോൾവെൻറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം? കുറയണം. ശരിയല്ലേ? എങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സൊല്യൂട്ടിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സൊല്യൂട്ടിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ കൂടും, പക്ഷേ സോൾവെൻറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം?